ഇത്തവണ ഓണത്തിന് പിണറായിയുടെ സമ്മാനം ഉണ്ടാവും. എല്ലാ വീട്ടിലേക്കും മൊബൈലും അല്ലാണോ? മൊബൈലിൽ സാധാരണ തരുന്ന സമ്മാനം എന്താ? അരി, അരി, പച്ചക്കറി കിറ്റ്. ഓണക്കിറ്റ് ഉണ്ടല്ലേ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഓണക്കിറ്റ്. ഇല്ല ഇലക്ഷനാണ്, ഇലക്ഷന് തൊട്ട്. അപ്പോൾ ഇത്തവണ ഉണ്ടാവും. ഇലക്ഷൻ വർഷമല്ലേ, പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. അത് ശരിയാണ്. അപ്പോൾ ഉണ്ടാവാം, ഓണക്കിറ്റ് ഉണ്ടാവാം. ഓണക്കിറ്റിൻ്റെ കൂടെ കിറ്റ് കിട്ടുമെന്നറിയില്ല, പക്ഷേ പിണറായിയുടെ കെ ഫോൺ, കെ റെയിൽ എന്നൊക്കെ പറയുന്ന പോലെ പുതിയൊരു കെ വരുന്നുണ്ട്. കേരള കെണ്ടിപ്പരിപ്പ് എന്ന് പോയി. ഇതല്ല, കെ ബ്രാൻഡി. ബ്രാൻഡിയോ? കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡി. ഇവിടെ എന്തില്ലെങ്കിലും മലയാളിയുടെ ഈ കാര്യത്തിന് മുട്ട് വരാൻ പാടില്ല. ഇപ്പം ജവാൻ ഉണ്ടല്ലോ, ജവാൻ വളരെ പോപ്പുലറാണ്. ആവശ്യത്തിന് കിട്ടുന്നില്ല. ക്ഷാമമുണ്ടോ? പ്രൊഡക്ഷൻ വളരെ കുറവാണ്. കൃത്യമായിട്ട് അറിയാലോ. അല്ല, കൃത്യമായിട്ട് അറിയുന്നത് പത്രത്തിൽ വാർത്തയൊക്കെ വരുന്നുണ്ട്. ഇത് മാത്രമല്ല, പ്ലാന്റ് വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത്. അപ്പോൾ ഏതായാലും നമുക്ക് തമാശയില്ല, കേരളം ബ്രാൻഡി ഉണ്ടാക്കാൻ പോകുന്നു. കെ ബ്രാൻഡി, കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡി. ഇതുണ്ടാക്കുന്ന പാലക്കാട്ട് മേനോംപാറയിൽ ഡിസ്റ്റിലറി. ഇന്നിപ്പോൾ 9-ാം തീയതി അല്ലേ? അതെ. 7-ാം തീയതി പണി തുടങ്ങി. അതിവേഗം പണി നടക്കുകയാണ്. പണി നടക്കുക എന്ന് പറഞ്ഞാൽ ബൗക്കോയുടെ MD ഹർഷിത അട്ടല്ലൂരി, പോലീസ് IPS വരികയാണല്ലോ. ഹർഷിത ഇപ്പോൾ ബൗക്കോയുടെ MD ആണ്. ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ഹർഷിതയൊക്കെ എവിടെ പോയിരുന്നു? ഹർഷിത ഇപ്പോൾ ബൗക്കോ മദ്യം ഉണ്ടാക്കി ആളുകളെ കുടിപ്പിച്ച് കടത്തുക എന്നുള്ള പരിപാടി നടത്തുന്ന കോർപ്പറേഷൻ്റെ മുതലാളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഹർഷിത കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. അതായത് ഒരു ദിവസം 13,500 കേസ് ബ്രാൻഡി ഉണ്ടാക്കും പാലക്കാട്ട്. 13,500 കേസ്. അപ്പോൾ ഒരു കേസിൽ എത്ര കുപ്പി ബ്രാൻഡി ഉണ്ടാവും എനിക്കറിയത്തില്ല. 10 ഉണ്ടാവുമായിരിക്കും. 10 ഉണ്ടെങ്കിൽ 13,500 × 10 എന്ന് പറഞ്ഞാൽ 1,35,000 ബ്രാൻഡി കുപ്പികൾ കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡി, കേരളത്തിൻ്റെ ഖജനാവ് സമ്പന്നമാക്കാൻ, കേരളത്തിൻ്റെ വികസനം ഉറപ്പാക്കാൻ. ഒരു ദിവസം ഉത്പാദനമാണോ പറഞ്ഞത്? ഒരു പെർ ഡേ. അപ്പോൾ 1,35,000 കുപ്പികൾ വരുമായിരിക്കും. അപ്പോൾ കേരളം വികസിക്കട്ടെ. വരൂ മലയാളികളെ, അടിക്കൂ, കുടിക്കൂ, അടിക്കൂ, ഓഫായി കിടക്കൂ അല്ലേ? അതെ, സന്തോഷം സൃഷ്ടിക്കുക. അപ്പോൾ ഇത് ഓണത്തിന് കിറ്റിൻ്റെ കൂടെ കിട്ടുമായിരിക്കുമോ? ഓണത്തിന് കിറ്റിൻ്റെ കൂടെ ഒന്നും കിട്ടത്തില്ല. എന്നാലും ഓണത്തിന് വരുമോ? ഓണത്തിന് വരാം. ഇപ്പം അതിവേഗം പണി നടക്കുകയാണ്. കാരണം ഇതിന് പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇത് ഈ നമ്മുടെ ജവാൻ്റെ ഇത് പത്തനംതിട്ടയിലെ പുളിക്കീഴിലാണല്ലോ ട്രാവൻകൂർ ഷുഗർ എന്ന് പറയുന്ന സർക്കാർ കമ്പനി 3X റം ജവാൻ ഉണ്ടാക്കുന്നത്. ജവാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നറിയാമോ? അത് ഈ പറഞ്ഞ പോലെ ജവാൻ ഡീലക്സ് റം ഉണ്ടാക്കുന്നത് മാനുവലിയാണ്. ഉണ്ടാക്കി അത് പാക്കിങ്, ഒട്ടിക്കൽ, കുപ്പിയിലാക്കൽ എല്ലാം മാനുവലിയാണ്. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ജവാൻ ഏതാണ്ട് 6,000 കേസൊക്കെയാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ എവിടെ? മേനോംപാറയിൽ ഉണ്ടാക്കും. അപ്പോൾ അത് കേരളത്തിൽ വ്യാപകമായി ഇനി വിൽക്കാൻ പോകുന്ന മദ്യമായിട്ട് ബ്രാൻഡി മാറും. കാരണം ഈ ബ്രാൻഡിയുടെ ഒരു കണക്ക് പറയുന്നത് അറിയാമോ? ഈ കേരളത്തിൽ തെക്കോട്ടാണ്, തെക്കൻ ജില്ലകളിൽ ഉള്ളവർ കൂടുതൽ റം അടിക്കുന്നവരാണ്. വടക്കോട്ട് പോപ്പുലർ സാധനം ബ്രാൻഡിയാണെന്ന് പറയുന്നത് നേരാണോ? അങ്ങനെ എനിക്കറിയില്ല. അങ്ങനൊരു കണക്ക് പറയുന്നുണ്ട്. ഹർഷിത തന്നെ പറഞ്ഞതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം ഈ കേരളം 2ആയി തിരിഞ്ഞു. തെക്കുള്ളവർ റം അടിക്കുന്നവരും വടക്കന്മാരും ബ്രാൻഡിക്കാരും. അപ്പോൾ ഈ പറയുന്ന ജവാൻ എന്ന് പറയുന്നത് റമ്മാണ്. അതെ. അപ്പോൾ ഇത് ബ്രാൻഡി. അപ്പോൾ ഇങ്ങോട്ടുള്ളത് സപ്ലൈ എളുപ്പമാണ് അല്ലേ? തെക്കൻ ജില്ലകൾ. അതുകൊണ്ടാണ് പാലക്കാട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മേഖല വിടം കിട്ടും. കിട്ടും. അല്ലെങ്കിലും കൂടുതൽ പോകാൻ സാധ്യത അതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ ബ്രൗൺ കളറിലെ ഇത് ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ബ്രാൻഡിക്ക് കളർ ബ്രൗൺ ആണോ? ബ്രൗൺ ആണ്. അപ്പോൾ ബ്രൗൺ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് വൈറ്റ് അല്ല? വെള്ള നിറത്തിലും ഉണ്ടാക്കാം. അങ്ങനെ പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ഇത് ബ്രൗൺ ആണ്. അപ്പോൾ ബ്രൗൺ കളറുള്ള ബ്രാൻഡി ഉണ്ടാക്കുന്നു. എക്സ്ട്രാ നാച്ചുറൽ ആൽക്കഹോൾ, അത് ചില കെമിക്കൽസ് ഒക്കെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ല, അത് കളർ ചേർക്കുന്നതാവാം, വെള്ള നിറത്തിലാവില്ല സ്പിരിറ്റൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് കേരളത്തിലെ ആളുകൾക്ക് കേരളത്തിൻ്റെ സ്വന്തം, ഇപ്പോൾ നമ്മൾ KL റെയിൽ നമ്മുടെ അഭിമാനം എന്നൊക്കെ പറയുന്നത് കെ ബ്രാൻഡി നമ്മുടെ അഭിമാന ഡ്രിങ്കായിട്ട് മാറ്റുന്നു. അപ്പോൾ ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. പത്രങ്ങളൊന്നും കണ്ടില്ല, പത്രങ്ങളിൽ വരാൻ പോകുന്നതുള്ളൂ. അതായത് ഈ പെറ്റ് ബോട്ടിലുണ്ടല്ലോ, പെറ്റ് ബോട്ടിൽ സോഡയൊക്കെ കിട്ടുന്നത്, അത് ചെറിയ ബോട്ടിലൊക്കെ നിരോധിച്ചു. ഏറ്റവും കുറഞ്ഞത് 2 ലിറ്ററുള്ള കുപ്പിയെ ഇനി പാടുള്ളൂ. ഈ സോഫ്റ്റ് ഡ്രിങ്ക് അടക്കം പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ മൊത്തം നിരോധിച്ചു. ഇനി 2 ലിറ്ററിൽ കുറവുള്ള കണ്ടെയ്നർ പ്ലാസ്റ്റിക് കുപ്പികൾ പാടില്ല. അപ്പോൾ ആലോചിച്ച് പോകുന്ന വഴിക്ക് സിനു കുട്ടികളുമായിട്ട് പോവുക, അച്ഛ എനിക്കൊരു ജ്യൂസ് വേണമെന്ന് പറയുമ്പോൾ 2 ലിറ്റർ കുടിയുടെ മൊത്തം കുടിച്ചേക്കണം എന്ന് പറയേണ്ടി വരും. അതേ മേടിക്കാൻ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. ഇന്നലെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായതാണ്. പക്ഷെ മാധ്യമങ്ങളിലൊന്നും വരും അടുത്ത ദിവസങ്ങളിൽ വരും.
ഞാൻ വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സ്. നേരത്തെ തന്നെ ഈ ചെറിയ കുപ്പികൾ, ഇപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകുന്നു, കല്യാണത്തിൻ്റെ റിസപ്ഷന് ചെറിയ കുപ്പിയിൽ 100 മില്ലിയുടെ കുപ്പിയിലൊക്കെ വെള്ളം തരും. അതെ. ഈ വെള്ളം ഇങ്ങനെയുള്ള ഇനി അത്തരം വെള്ളം എവിടുന്ന് കൊടുക്കും? കുപ്പിക്കകത്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോഴും മിനിമം 2 കുപ്പിയുടെ വെള്ളം കൊണ്ടുപോകേണ്ടി വരും. ഒരു ജ്യൂസ് കുടിക്കാൻ പറ്റില്ല. നമ്മൾ ട്രെയിനിനകത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും ആശ്രയം ഇതായിരിക്കും. അതൊക്കെ മിനിമം 2 ലിറ്റർ മേടിച്ചിരിക്കണം. 2 ലിറ്ററേ പാടുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ ന്യായാധിപ പീഠങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഈ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം കുറവാണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒരു വിപത്താണ്, തർക്കമില്ല. അതിനെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ വേണം, അതും വേണം. അതിനു വേണ്ടിയിട്ട് ഇത്രയും ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ വരുമ്പോൾ അത് സമൂഹത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് പരിഗണിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ ചെറിയ കുപ്പികളിൽ വെള്ളം വിൽക്കുന്നത് അര ലിറ്ററിൻ്റെ വെള്ളക്കുപ്പിയൊന്നും വിൽക്കാൻ പാടില്ല എന്നൊരു ഓർഡർ. അതുകൊണ്ടാണ് കടയിലൊന്നും 1/2 ലിറ്ററിൻ്റെ വെള്ളം കിട്ടത്തില്ല. അത് സർക്കാർ തന്നെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊരു എക്സെപ്ഷൻ കൊടുത്തിരുന്നു. ആർക്കാണെന്നറിയോ? ബെവ്കോയ്ക്ക്. സർക്കാർ ഉത്തരവ് പ്രകാരമാണ്. ബെവ്കോയ്ക്ക് ബാക്കി എല്ലാത്തിനും ഈ പ്ലാസ്റ്റിക്കിൻ്റെ പെറ്റ് ബോട്ടിലുകൾ ചെറിയ കുപ്പി പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മദ്യം ക്വാർട്ടറും പൈൻറ്റും ഒക്കെ ചെറിയ കുപ്പിയിലാക്കാമായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നതോടുകൂടി എന്താ സംഭവിക്കാമെന്നറിയോ? ക്വാർട്ടറും പൈൻറ്റും നിൽക്കും. ക്വാർട്ടറും പൈൻറ്റും പെറ്റ് ബോട്ടിൽ കൊടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ കുപ്പി ഗ്ലാസുകൾ തിരിച്ചു വരേണ്ടി വരും. കുപ്പിപ്പാത്രം അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ വല്ല ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടാക്കേണ്ടി വരും. അല്ല, ചില്ലുകുപ്പി എന്ന് പറയുന്നതായിരുന്നല്ലോ പണ്ടത്തെ ഒരു കോൺസെപ്റ്റ്. പിന്നെ ഇപ്പോൾ ഇല്ല അല്ലേ? ഇപ്പം അത് ഇല്ല. ഇപ്പം അതിന് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഈ മേടിച്ചുകൊണ്ട് പോകുന്നവർക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്ത് വെച്ചോണ്ട് പോകുമ്പോൾ പഴയെന്ന് താഴത്ത് പൊട്ടുന്നതൊക്കെ പഴയ സിനിമകളിലൊക്കെ. മാത്രമല്ല, ഇത് കൊണ്ട് ഇറക്കുന്ന സമയത്ത് ലോഡിങ് ആണ്, അൺലോഡിങ്, ഇതൊക്കെ വലിയ അപകടകരമായ കാര്യമില്ല. കാരണം ഇതൊക്കെ എടുത്ത് എറിയൊക്കെ ആയിരിക്കും ലഭിക്കാറും. പിന്നെ മാത്രമല്ല, കൊണ്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ഇന്നെ പൊട്ടിപ്പോകുന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അവർക്ക് പൊട്ടിക്കുന്നുണ്ട്. അതുണ്ട്. അല്ല, അതിന് അപ്പുറത്തേക്ക് ഈ പറയുന്ന കുപ്പി ഗ്ലാസിൻ്റെ മദ്യ കുപ്പികൾ ഉപയോഗിക്കുന്നത് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ആണെങ്കിൽ ഈ വെള്ളവും ഇനി 1/2 ലിറ്ററിൻ്റെ 1 ലിറ്ററിൻ്റെ ഈ കിട്ടത്തില്ല. അല്ല, ഈ പറയുന്ന ചില്ലുകുപ്പിക്ക് വേണേൽ കൊടുത്തു എന്ന് പറയും. അറിയാലോ, പഴയ പോലെ നമുക്ക് പണ്ട് ഈ ഗോലി സോഡ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഗോലി സോഡ ഇല്ല, വട്ട് സോഡ. പക്ഷേ ഇപ്പോൾ ചില കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതുണ്ട്. 30 രൂപയാണ് ഗോലി സോഡയുടെ വില. അതിന് കുപ്പി പക്ഷേ നമുക്ക് കൊണ്ടുപോകാനും പറ്റില്ല. ഒരു കുപ്പി കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ആന്റിക്ക് പോലെ സൂക്ഷിക്കാൻ പുരാവസ്തു പോലെ പഴയ ഓർമ്മയില്ലേ? ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നാൽ ഇപ്പൊ അതുണ്ട്. ഏതോ മീൻസ് വാങ്ങിക്കാൻ കിട്ടുമോ? നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അവർക്ക് തിരിച്ചു കൊടുക്കണം. അതാണ് അതിന്റെ പ്രശ്നം. അതൊരു ജ്യൂസ് കുടിക്കുന്ന പോലെയുള്ള ടേസ്റ്റിലൊക്കെയാണ് ആ സാധനം ഇറങ്ങുന്നത്. ഫ്ലേവേഡ് ആണ്. അപ്പോൾ ഞാനിത് പറയാൻ വന്നത് ഈ കെ ബ്രാൻഡി ഇറങ്ങുന്നുള്ള വിവരം പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഇപ്പോൾ വെറുതെ ചിറ്റാറ്റ് പറഞ്ഞിരുന്നു, എന്തിനാണ് ഈ വീഡിയോ കാണുന്നത് തോന്നലുണ്ടാവും. പക്ഷേ ഹർഷിത അട്ടല്ലൂരി കണക്ക് പറഞ്ഞു. ഒരു വർഷം ബെവറേജസ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡും ഉണ്ടല്ലോ ഈ മദ്യവിൽപ്പന രംഗത്ത്, 2 ഏജൻസികളാണ് കേരളത്തിലുള്ളത്. ബെവറേജസ് കോർപ്പറേഷൻ ഒരു വർഷം വിൽക്കുന്നത് 20,000 കോടി രൂപയുടെ മദ്യമാണ് വിൽക്കുന്നത്. 20,000 കോടി എന്ന് പറഞ്ഞാൽ എത്ര വലിയ തുകയാണ്? അല്ല, 20,000 കോടി രൂപയാകുമ്പോഴത്തേക്ക് ഈ കോർപ്പറേഷൻ ഒരു കേരളത്തിൽ മദ്യത്തിൻ്റെ ഉൽപ്പാദന ചെലവിൻ്റെ 4 ഇരട്ടി വരെ വില വാങ്ങുന്നുണ്ട്. അതെ. അപ്പോൾ നമ്മൾ പകുതി 100% കൂട്ടിയാണ് 100% അല്ല 300% വരെ കൂട്ടിയിട്ടാണ് വിൽക്കുന്നത്, കേരളത്തിൽ വിൽക്കുന്നത്. അപ്പോൾ 20,000 കോടി രൂപയുടെ മദ്യം ബെവ്കോ വിറ്റാൽ 10,000 കോടി രൂപ ബെവറേജ് കോർപ്പറേഷൻ ലാഭമാണ്. അതെ. പക്ഷേ കേരളത്തിൽ നഷ്ടത്തിൽ പോകുന്നൊരു സ്ഥാപനമാണ് ബെവറേജസ് കോർപ്പറേഷൻ. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ലോജിക്ക് ഇല്ലല്ലോ. എനിക്ക് പിടികിട്ടുന്നില്ല എന്നാണ്. കാരണം എല്ലാവർക്കും അറിയാം മദ്യത്തിൻ്റെ നികുതി ഒഴിച്ചുള്ള, മാഹി പോയാൽ അറിയാലോ, ഇതേ മദ്യങ്ങൾ മാഹിയിൽ എത്ര രൂപ കിട്ടുമെന്നറിയാം. അതെ. നികുതിയില്ല, കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് നികുതിയില്ല. അവിടെ നിന്ന് നിങ്ങളൊരു സ്മിർനോഫോ അല്ലെങ്കിൽ എന്താണ് അബ്സല്യൂട്ട് വോഡ്കയോ, എനിക്ക് 2 അതിൻ്റെ പേര് അറിയാം, അത് ഞാൻ അടിക്കുന്നതുകൊണ്ടല്ല. എനിക്ക് എൻ്റെ അച്ഛന് കോട്ട കിട്ടുമായിരുന്നു, പട്ടാളക്കാരനായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാധനങ്ങളുടെ പേരറിയാം. ഈ സാധനമൊക്കെ അവിടുന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ 1/3 വിലയ്ക്ക് കിട്ടും മാഹിയിൽ. അതെ. അങ്ങനെയാണെങ്കിൽ 20,000 കോടിയുടെ നമ്മൾ പകുതി കൂട്ടിയാൽ പകുതിയെങ്കിലും ലാഭമാണ്. എന്നിട്ട് എങ്ങനെയാണ് ബെവ്കോ നഷ്ടത്തിലാവുന്നത്? ഇതൊരു വലിയ സമസ്യയാണ്. ബെവ്കോയ്ക്ക് ലാഭമുണ്ടാവട്ടെ, കേരളത്തിലെ മുഴുവൻ ആളുകളും കുടിയന്മാരായി മാറട്ടെ എന്നൊന്നും ഞാൻ ആഗ്രഹിക്കത്തില്ല. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ചാൽ ബെവ്കോ മുടിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസ്ഥാന ദ്രോഹിയായി മാറും. ഇപ്പോൾ കേരള സർക്കാരിനെ സംബന്ധിച്ച് 2 മാർഗ്ഗവും, കേരളത്തിന് വലിയ അധ്വാനമില്ലാതെ പണം കൊയ്തെടുക്കാൻ പറ്റുന്ന 2 സാധനമുള്ളൂ. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ധനാഗമ മാർഗ്ഗങ്ങൾ ലോട്ടറിയും മദ്യവുമാണ്. 2ഉം മനുഷ്യനെ ലഹരി പിടിപ്പിക്കുക. ഒന്ന് പണത്തിനോടുള്ള ലഹരിയും, ഒന്ന് മദ്യത്തിനോടുള്ള ലഹരിയും. ഇത് ചൂഷണം ചെയ്ത് നടന്നു പോകുന്നൊരു സർക്കാരുണ്ടെങ്കിൽ ഇന്ത്യയിൽ
കേരള സർക്കാർ മാത്രമേ ഉള്ളൂ. വേറെ ഒരു നയ പൈസയില്ല. ലോട്ടറി എങ്ങാനും നിരോധിക്കപ്പെട്ടാൽ കള്ള് കച്ചവടം സ്വകാര്യ മേഖലയ്ക്കൂടെ കൊടുക്കാൻ, സ്വകാര്യ മേഖലയ്ക്കും നടത്താൻ അധികാരമുണ്ട് എന്നുള്ളൊരു സർക്കാർ ഉത്തരവൂടെ വന്നാൽ, അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയോ അല്ലെങ്കിൽ കേന്ദ്ര നിയമമോ എല്ലാം വന്നു കഴിഞ്ഞാൽ കേരള സർക്കാരിൻ്റെ കച്ചവടം കൂട്ടിപ്പോകും. ഏതായാലും പിണറായി സർക്കാർ കൊണ്ടുവരുന്ന ഈ IMFL പ്ലാന്റാണ് മേനോൻ പണിത്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിൻ്റെ പ്ലാന്റ് അതിവേഗത്തിൽ 7-ാം തീയതി മിനിഞ്ഞാന്ന് പണി തുടങ്ങി. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയായി. ഓണത്തിന് സെപ്റ്റംബർ 4-നാണ് ഓണം അല്ലേ? ഓണത്തിന് മാർക്കറ്റിൽ കെ ബ്രാൻഡി ഉണ്ടാവും. അപ്പോൾ പിണറായി സർക്കാരിൻ്റെ കരങ്ങൾക്ക് കരുത്ത് പകരാൻ കെ ബ്രാൻഡിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് കെ ബ്രാൻഡി അല്ല, കട്ടൻ ചായയാണ്.